പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും വാർത്തകൾ ഗാസയിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ് ലോക ജനതയെ കണ്ണീരിലാഴ്ത്തുന്ന സംഭവങ്ങൾ സുഡാനെ പിടിച്ചുലയ്ക്കുന്നത്. ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും നരകയാതനയിലാണ് ഇപ്പോൾ സുഡാനി ജനത. നിത്യേന നിരവധി കുഞ്ഞുങ്ങളാണ് പോഷകാഹാരക്കുറവ് മൂലം മരിച്ചു വീഴുന്നത്. 40 വർഷങ്ങൾക്ക് മുൻപ് എത്യോപ്യ അനുഭവിച്ചതിനേക്കാൾ വലിയ ഭക്ഷ്യക്ഷാമമാണ് സുഡാൻ നേരിടുന്നത്. രാജ്യത്തെ സൈന്യവും അർദ്ധസൈനിക വിഭാഗവും തമ്മിൽ ആരംഭിച്ച ആഭ്യന്തര യുദ്ധമാണ് സുഡാനെ കടുത്ത ക്ഷാമത്തിലേക്ക് തള്ളിയിട്ടത്. യുദ്ധം ചെയ്യുന്ന സൈന്യം സഹായ വിതരണങ്ങൾ തടഞ്ഞ് ആയുധങ്ങൾ ഒഴുക്കുകയാണ്. രാജ്യത്തിന് ആവശ്യമായ സഹായധനത്തിന്റെ 16% മാത്രമാണ് സമാഹരിക്കാനായതെന്നും നിലവിലെ അവസ്ഥ അതീവ ഗുരുതരമാണെന്നും ലോകം ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞെന്നാണ് UN-ലെ അമേരിക്കൻ അംബാസിഡർ ലിൻഡ തോമസ് വാർത്താ ഏജൻസികളോട് പ്രതികരിച്ചത്. എണ്ണമറ്റ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന രാജ്യത്ത് ഓരോ 2 മണിക്കൂറിലും ഒരു കുട്ടി വീതം പോഷകാഹാരം ലഭിക്കാതെ മരിച്ചു വീഴുന്നതായാണ് പുറത്തുവരുന്ന കണക്ക്. ക്യാമ്പുകൾക്ക് നേരെയുള്ള ഉപരോധവും ആക്രമണവും അവസാനിപ്പിക്കാൻ സുഡാൻ സൈന്യത്തോടും വിമത വിഭാഗമായ RSF-നോടും ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെട്ടെങ്കിലും ഇരു കൂട്ടരും ഇത് തള്ളുകയായിരുന്നു. രാജ്യത്തിന്റെ സുരക്ഷയെപ്പോലും കാറ്റിൽ പറത്തുന്ന രീതിയിൽ ഇരു വിഭാഗങ്ങളും തമ്മിൽ കനത്ത പോരാട്ടമാണ് നടക്കുന്നത്. സംഘർഷം രൂക്ഷമായതോടെ ക്യാമ്പുകളിലേക്കുള്ള ഭക്ഷ്യവിതരണം UN നിർത്തിയിരിക്കുകയാണ്. ഭക്ഷണ ദൗർലഭ്യം, വൃത്തിഹീനമായ വെള്ളം, അപര്യാപ്തമായ വൈദ്യസഹായം എന്നിവയാണ് രാജ്യത്ത് മരണനിരക്ക് വർദ്ധിക്കാൻ കാരണം. 5 വയസ്സിന് താഴെയുള്ള 10-ൽ 3 കുട്ടികൾക്കും ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരിൽ 1/3 പേരും പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുവെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ പഠനത്തിൽ കണ്ടെത്തിയത്. സൈനിക മേധാവി അബ്ദുൾ ഖത്താഫ് അൽ ബുർഹാനും അർദ്ധസൈനിക കമാൻഡറായ ഹംദാൻ ഡാംഗ്ലോയും തമ്മിലുള്ള അധികാര തർക്കങ്ങളാണ് സുഡാനെ പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടത്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.